രൂപമിതാ കൂടെ വസിക്കുന്ന ദൈവം സ്നേഹത്തിൻ രൂപത്തിലാ മാംസമായി മാറുന്ന രക്തമായി തീരുന്ന യാഗത്തിൻ രൂപമിതാ കൈകൾ കൂപ്പാം ഹൃദയങ്ങൾ ചേർക്കാം ഈശോയെ ആരാധിക്കാം നിത്യവിശുദ്ധമേ സ്നേഹത്തിൻ ഭാവമേ എന്നെന്നും ആരാധിക്കാം കൈകൾ കൂപ്പാം ഹൃദയങ്ങൾ ചേർക്കാം ഈശോയെ ആരാധിക്കാം നിത്യവിശുദ്ധമേ സ്നേഹത്തിൻ ഭാവമേ എന്നെന്നും ആരാധിക്കാം. ദൈവം സ്നേഹമാകുന്നു. ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെ പരിലാളനയുടെ പരിപാലനയുടെ ശക്തിയുടെയൊക്കെ വലിയ കരവലയം നമുക്ക് കാണാനും കേൾക്കാനും അനുഭവിക്കുവാനും ഓരോ ദിവസവും നമുക്ക് സാധിക്കുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 3-ാം അധ്യായം 1 മുതലുള്ള വചനങ്ങളിൽ നാം ഇപ്രകാരം കാണുന്നുണ്ട്. മോശ ജത്രോയുടെ ആടുകളെ മേയിച്ചു നടക്കുന്ന സമയം മോശ കത്തുന്ന മുൾപ്പടർപ്പ് കാണുന്നു. അതടുത്തു ചെന്ന് കാണാൻ മോശ ആഗ്രഹിച്ചു. മോശ അതിനടുത്തേക്ക് എത്തുന്നു. അപ്പോൾ അഗ്നിയിൽ കർത്താവിൻ്റെ സ്വരം കേട്ടു, മോശേ, അടുത്തു വരരുത്, നീ നിൽക്കുന്ന സ്ഥലം പരിശുദ്ധമാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ മോശ കാണുന്നത് ഒന്ന്, അനുഭവിക്കുന്നത് മറ്റൊന്ന്. കാണുന്നത് കത്തുന്ന മുൾപ്പടർപ്പ്, അനുഭവിക്കുന്നത് ഹൃദയത്തിൽ ദൈവസാന്നിധ്യം. അടയാളങ്ങളിലൂടെയും അത്ഭുതങ്ങളിലൂടെയും ഇടപെടുന്ന ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ദിവ്യകാരുണ്യനാഥൻ അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും നാം അറിഞ്ഞും അറിയാതെയും ചൊരിയപ്പെട്ടിട്ടുണ്ട്. പരിധികളില്ലാതെ സ്നേഹിക്കുന്ന ആ ദിവ്യ സാന്നിധ്യത്തെ ഈ നിമിഷം നമുക്കൊന്നു ചേർന്ന് സ്തുതിച്ചു മഹത്വപ്പെടുത്താം. ദൈവമേ സ്തുതി, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, ആരാധന ആരാധന ആരാധന. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ, ആരാധന 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 ആരാധന.
വിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നലെ മുളച്ച് ഇന്ന് വിടർന്ന് നാളെ കൊഴിയുന്ന പൂവും, ജനന ജീവിത മരണത്തിന് സാക്ഷിയാകുന്ന മനുഷ്യനും, സ്രഷ്ടാവായ ദൈവത്തെ പ്രഭാതത്തിൽ ഉണർന്ന് ധ്യാനിക്കുന്ന താപസനും, മധ്യാഹ്നത്തിൽ ഊർജ്ജസ്വലതയോടെ വ്യാപരിക്കുന്ന കർമ്മനിരതനും, ഉറക്കമില്ലാത്ത രാത്രികളിൽ രോഗക്ലേശങ്ങളുടെ കിടക്കറയിൽ പ്രസന്നവദനായി കഴിയുന്ന രോഗിയും ഒരു സത്യം മാത്രമാണ് വെളിപ്പെടുത്തുന്നത്: ഇന്നലെയും ഇന്നും നാളെയും വരും നാളുകളിലും ജീവിക്കുന്ന ഒരുവൻ മാത്രം, ദിവ്യകാരുണ്യ ഈശോ. സൂര്യനേക്കാൾ ശോഭയുള്ളവനായി, കാരുണ്യത്തിൻ്റെ കലവറയായി, അനുഗ്രഹത്തിൻ്റെ ഉറവിടമായി അവിടുന്ന് ദിവ്യകാരുണ്യത്തിൽ നമ്മോടൊപ്പം വാണരുളുന്നു. പ്രഭയേറുന്ന ദിവ്യകാരുണ്യം ദിനം പ്രതി നമ്മോട് ആവശ്യപ്പെടുന്നത് ഒരു കാര്യം മാത്രമാണ്: ഇത് എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. ഓർമ്മ അത് എന്നും നിലനിൽക്കുന്നതാണ്. ഓരോ ദിവസത്തെയും പരിശുദ്ധ കുർബാനയിലൂടെയും ദിവ്യകാരുണ്യ ആരാധനയിലൂടെയും ആ ദിവ്യസ്നേഹം ഒരു ഓർമ്മയായി നമ്മുടെ ഓരോരുത്തരുടെയും അരികിലെത്തുന്നു. സൗഖ്യമായി, ശാന്തിയായി, സമാധാനമായി തകർന്ന ഹൃദയങ്ങളെ ഒന്നിപ്പിക്കുന്നവനായ ഈശോ. ഈ ഈശോ കൂടെ വരുന്ന അനുഭവം ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ നമുക്കൊന്നു ചേർന്ന് മനമുരുകി പ്രാർത്ഥിക്കാം. നല്ല തമ്പുരാനെ, പാപിനിക്ക് പൊറുതി നൽകിയ, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയ, അന്ധനു കാഴ്ച നൽകിയ, കുരുടനു കേൾവി നൽകിയ, നടന്നു നീങ്ങിയ അങ്ങ് ഞങ്ങളുടെ ഇടയിലൂടെ ഈ നിമിഷം നടന്ന് ഞങ്ങളെ ഒന്ന് തൊടണമേ എന്ന്. ഈശോ സൗഖ്യദായകനാണ്. അവൻ തൊട്ടവരും അവനെ തൊട്ടവരും സൗഖ്യം പ്രാപിച്ചു. ഈശോയെ, അങ്ങ് ഞങ്ങളെ തൊടണമേ. എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു, നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു.
എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു നാദലോകനാഥനീശോ എഴുന്നള്ളുന്നു മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു മഹിതരേ പുതിയ മലരുകൾ അണിഞ്ഞിടുവിൻ മനുജരേ മഹിത ഗീതികൾ ഒഴിച്ചിടുവിൻ മഹിതരേ പുതിയ മലരുകൾ അണിഞ്ഞിടുവിൻ മനുജരേ മഹിത ഗീതികൾ ഒഴിച്ചിടുവിൻ വൈരവും പകയുമെല്ലാം മറന്നിടുവിൻ സാദരം കൈകൾ കോർത്തു നിരന്നിടുവിൻ എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു നാദലോകനാഥനീശോ എഴുന്നള്ളുന്നു മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു എഴുന്നള്ളുന്നു രാജാവെഴുന്നള്ളുന്നു നാഗലോകനാഥനീശോ എഴുന്നള്ളുന്നു മാനവർക്കു വരം തൂകി എഴുന്നള്ളുന്നു ഈശോയെ, ലോകം മുഴുവനെയും ഈ നിമിഷം അങ്ങയുടെ കൃപാകടാക്ഷത്തിനായി ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് എല്ലാ കുടുംബങ്ങളെയും നൽകുന്നു. പ്രിയ മക്കളെ, നല്ല തമ്പുരാൻ നിങ്ങളെ ഓരോരുത്തരെയും അവിടുത്തെ സ്നേഹത്തിന്റെ മുദ്രയാൽ നിറച്ചിരിക്കുകയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായം 13 വാക്യത്തിലൂടെ കർത്താവ് അരുൾ ചെയ്യുന്നു: നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലതുകരം പിടിച്ചിരിക്കുന്നു. ഞാനാണ് പറയുന്നത്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. കഴിഞ്ഞ നാളുകളിൽ വിവിധ സ്ഥലങ്ങളിലായി ഉരുൾപൊട്ടലുണ്ടായപ്പോൾ നാം ഒത്തിരിയേറെ സങ്കടത്തിൻ്റെയും വിലപിക്കലിൻ്റെയും ഒക്കെ, മുറിവേറ്റ ഹൃദയങ്ങളുടെ രോദനത്തിൻ്റെയൊക്കെ നിലവിളികൾ കേട്ടു. അനേക മക്കളുടെ ജീവിതങ്ങൾക്ക് ഉത്തരമില്ലാതെ ഇന്നും തേടി അലയുന്ന അവസ്ഥ. നല്ല തമ്പുരാനെ, തകർന്ന ഹൃദയത്തെ നിരസിക്കാത്ത അങ്ങയുടെ കരവലയത്തിലേക്ക് ഇന്നും നെടുവീർപ്പും അസ്വസ്ഥതയുമായി കഴിയുന്ന, ആരാരും താങ്ങായി തണലായി ഇല്ലാത്ത ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ സ്വയം കടിച്ചമർത്തി നീറിപ്പുകയുന്ന മനുഷ്യഹൃദയങ്ങളെ അങ്ങ് കാണണമേ. നിങ്ങളുടെ വേദനകൾക്കും പ്രതീക്ഷയില്ലായ്മയ്ക്കും പരിഹാരമായി പ്രിയ സഹോദരങ്ങളെ, സക്രാരിയിലെ ഈശോ നിങ്ങളോടൊപ്പമുണ്ട്. നിന്റെ കണ്ണീർ തുടയ്ക്കാൻ മകനെ, മകളെ, അവിടുന്ന് നിന്നെ മാറോട് ചേർത്തണയ്ക്കുന്നുണ്ട്. നിന്റെ കഷ്ടതകളിൽ നിന്നെ സഹായിക്കാൻ അവിടുത്തെ കരം നിനക്ക് താങ്ങായുണ്ട്.
ഒക്കത്തെടുത്തെന്നെ താലോലിച്ചൂട്ടിയ പെറ്റമ്മയേക്കാൾ സ്നേഹം തല്ലിത്താലോടി പോറ്റി വളർത്തി അപ്പനേക്കാൾ എന്നോടേറെ ഇഷ്ടം. തായ് മറന്നാലും താതൻ മറന്നാലും മാറാത്ത സ്നേഹമാണെന്റെ ദൈവം. തായ് മറന്നാലും താതൻ മറന്നാലും മാറാത്ത സ്നേഹമാണെന്റെ ദൈവം. പിരിയാത്ത മിത്രനേശുനാഥൻ ഒക്കത്തെടുത്തെന്നെ താലോലിച്ചൂട്ടിയ പെറ്റമ്മയേക്കാൾ സ്നേഹം തല്ലിത്താലോടി പോറ്റി വളർത്തിയ അപ്പനേക്കാൾ എന്നോടേറെ ഇഷ്ടം. സ്നേഹമത് മാറുകില്ല. വാനവും ഭൂമിയും മാറിയെന്നാലും സ്നേഹമത് മാറുകില്ല. തൻ വചനമിന്നും ശാശ്വതമേ.
ഒക്കത്തെടുത്തെന്നെ താലോലിച്ചൂട്ടിയ പെറ്റമ്മയേക്കാൾ സ്നേഹം തല്ലിത്തലോടി പോറ്റി വളർത്തിയ അപ്പനേക്കാൾ എന്നോടേറെ ഇഷ്ടം. നായ് മറന്നാലും നാഥൻ മറന്നാലും മാറാത്ത സ്നേഹമാണിന്റെ ദൈവം. തായ് മറന്നാലും താതൻ മറന്നാലും മാറാത്ത സ്നേഹമാണിന്റെ ദൈവം. പിരിയാത്ത മിത്രനേശുനാഥൻ ഒക്കത്തെടുത്തെന്നെ താലോലിച്ചൂട്ടിയ പെറ്റമ്മയേക്കാൾ സ്നേഹം തല്ലിത്തലോടി പോറ്റി വളർത്തിയ അപ്പനേക്കാൾ എന്നോടേറെ ഇഷ്ടം. അപ്പനേക്കാൾ എന്നോടേറെ ഇഷ്ടം. ഈ നിമിഷം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ സ്നേഹത്തിന്റെ മുമ്പിലേക്ക് എല്ലാ മാതാപിതാക്കളെയും നൽകാം. ഈശോയെ, അങ്ങ് അവർക്ക് സങ്കേതമായി നിലകൊള്ളണമേ. ജോബിന്റെ പുസ്തകം 14-ാം അധ്യായം 7-ാം തിരുവചനം. വൃക്ഷത്തിന് പ്രത്യാശയുണ്ട്, മുറിച്ചാൽ അത് വീണ്ടും തളിർക്കും, അതിന് പുതിയ ശാഖകൾ ഉണ്ടാകാതിരിക്കുകയില്ല. അതിൻ്റെ വേരുകൾ മണ്ണിനടിയിൽ പഴകിപ്പോയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധമേറ്റാൽ അത് തളിർക്കുകയും ഇളം ചെടി പോലെ ശാഖ പുറപ്പെടുവിക്കുകയും ചെയ്യും. ഈ വചനത്തിൻ്റെ അഭിഷേകം എല്ലാ കുടുംബങ്ങളിലേക്കും അവർ ഏതവസ്ഥയിലാണെങ്കിലും അവർക്കു ശക്തിയായി, അഭിഷേകമായി, കൃപയായി നിറയപ്പെടുവാനായി ആഗ്രഹിച്ച് അവർക്കു വേണ്ടി നമുക്ക് നല്ല തമ്പുരാനെ ഒരിക്കൽ കൂടി സ്തുതിച്ചു മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. സൗഖ്യമായി കടന്നു വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന. മഹത്വം, 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 മഹത്വം. ഹല്ലേലൂയ. ഈശോയെ കടന്നു വരണമേ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഈശോയെ ആരാധന, 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 ആരാധന. മഹത്വം, 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 മഹത്വം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. ഈ സമയം നമ്മുടെ പ്രാർത്ഥനകളെ ദൈവകരങ്ങളിലേക്ക് ഉയർത്താം. പ്രത്യുത്തരമായി ഈശോയെ കടന്നു വരണമേ, സുഖപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രത്യുത്തരമായി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ രോഗാവസ്ഥയിലേക്ക് ഈശോയെ കടന്നു വരണമേ, സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് ഈശോയെ കടന്നു വരണമേ, സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ മാതാപിതാക്കളിലേക്ക് ഈശോയെ കടന്നു വരണമേ, സുഖപ്പെടുത്തണമേ. ഞങ്ങളുടെ എല്ലാ മക്കളിലേക്കും ഈശോയെ കടന്നു വരണമേ, സുഖപ്പെടുത്തണമേ. തകർന്ന ഹൃദയവുമായി ഇരിക്കുന്ന എല്ലാ മക്കളിലേക്കും ഈശോയെ കടന്നു വരണമേ, സുഖപ്പെടുത്തണമേ. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എന്റെയുള്ളം. അരികിൽ വരേണേ, സദയം തൊടേണേ, സുഖമായിടും എന്റെയുള്ളം. എല്ലാ അപ്പച്ചന്മാരിലേക്കും അമ്മമാരിലേക്കും ഈശോയെ കടന്നു വരണമേ, സുഖപ്പെടുത്തണമേ. അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളായി വളർന്നു വരുന്ന യുവജനങ്ങളിലേക്ക് ഈശോയെ കടന്നു വരണമേ, സുഖപ്പെടുത്തണമേ. കുടുംബത്തിന്റെ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലേക്കും ഈശോയെ കടന്നു വരണമേ, സുഖപ്പെടുത്തണമേ.
അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളിലേക്കും ഈശോയെ കടന്നു വരണമേ, സുഖപ്പെടുത്തണമേ. വിവിധ തരത്തിലുള്ള അസ്വസ്ഥതകളാൽ കഴിയുന്ന മക്കളിലേക്ക് ഈശോയെ കടന്നു വരണമേ, സുഖപ്പെടുത്തണമേ. ഉരുൾപൊട്ടലിലൂടെ മനസ്സും ഹൃദയവും തളർന്നു വേദനിച്ചു കഴിയുന്ന മക്കളിലേക്ക് ഈശോയെ കടന്നു വരണമേ, സുഖപ്പെടുത്തണമേ. അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. വിവിധ തരത്തിലുള്ള ദുശ്ശീലങ്ങൾക്ക് അടിമപ്പെട്ട് കഴിയുന്ന മക്കളിലേക്ക് ഈശോയെ കടന്നു വരണമേ, സുഖപ്പെടുത്തണമേ. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് കഴിയുന്ന സഹോദരങ്ങളിലേക്ക് ഈശോയെ കടന്നു വരണമേ, സുഖപ്പെടുത്തണമേ. കുടുംബ പ്രശ്നങ്ങളാൽ കലുഷിതമായ ഓരോ അവസ്ഥകളിലേക്കും ഈശോയെ കടന്നു വരണമേ, സുഖപ്പെടുത്തണമേ. അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. അരികിൽ വരേണേ സദയം തൊടേണേ സുഖമായിടും എൻ്റെ ഉള്ളം. പ്രിയമക്കളെ, ഈ നിമിഷം ഒരിക്കൽ കൂടി നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ കരുതുന്ന, നമ്മിലേക്ക് അനുഗ്രഹം വർഷിക്കുന്ന, നമ്മുടെ അവസ്ഥകളെ കണ്ടറിഞ്ഞു സഹായിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് സ്തുതികീർത്തനങ്ങൾ ആലപിക്കാം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ വചനത്തിൽ നാം ഇപ്രകാരം കാണുന്നു: ദൈവവചനം ശ്രവിക്കാൻ ജനങ്ങൾ അവനു ചുറ്റും കൂടി. അതെ പ്രിയപ്പെട്ട അപ്പച്ച, അമ്മച്ചി, സഹോദര, സഹോദരി, കുഞ്ഞുമക്കളെ, ദൈവവചനം അത് അഗ്നിയാണ്, ജീവനുള്ള അഗ്നിയാണ്. എൻ്റെ വചനം അഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമാണ് എന്ന് ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. നമ്മുടെ ജീവിതം ഈശോ ചുറ്റിപ്പറ്റിയുള്ള ജീവിതമാകുമ്പോൾ നമ്മെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങളും അസ്വസ്ഥതകളും മാറി അകന്നു പോകും. വചനത്തിലൂടെ ദൈവം എൻ്റെ വിഷമ സാഹചര്യങ്ങളിലേക്ക് കടന്നു വരും. വചനമാകുന്ന ഈശോ ദിവ്യ സക്രാരിയിലുണ്ട്. പ്രിയപ്പെട്ടവരെ, അവിടുത്തെ നമുക്ക് ആശ്രയിക്കാം. എന്റെയും നിന്റെയും ജീവിതത്തിൽ പ്രതീക്ഷയും ധൈര്യവും നഷ്ടപ്പെട്ടിരിക്കുകയാണോ? ഈശോയെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാൻ ഒന്ന് അനുവദിക്ക്. ജീവിതത്തിലേക്ക് അനുഗ്രഹം നിറയ്ക്കുന്ന മണിക്കൂറാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ ആരാധനാ മണിക്കൂർ. വിശുദ്ധ ഗ്രന്ഥത്തിൽ ഹബക്കുക്കിന്റെ പുസ്തകത്തിൽ 1-ാം അധ്യായം 2-ാം വാക്യം: കർത്താവേ, എത്ര നാൾ ഞാൻ സഹായത്തിനായി വിളിച്ചപേക്ഷിക്കുകയും അങ്ങത് കേൾക്കാതിരിക്കുകയും ചെയ്യും. പ്രിയ സഹോദരങ്ങളെ, ഇതിനുള്ള ഉത്തരവുമായി ഹബക്കുക്കിന്റെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യം വചനം നമ്മെ പ്രതീക്ഷയുടെ കതിരുമായി നമ്മെ തേടിയെത്തുന്നത് നമുക്ക് ശ്രവിക്കാം. ജനതകളുടെ ഇടയിലേക്ക് നോക്കി വിസ്മയഭരിതരാകുവിൻ. പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു. അതേ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ കരുണയിൽ
നമുക്ക് അഭയം തേടാം. എൻ്റെ ദൈവം അറിയാതെ എനിക്കൊന്നും സംഭവിക്കില്ല എന്ന ബോധ്യത്തോടെ ഈശോയെ നമുക്ക് സ്നേഹിക്കാം. നമ്മുടെ ജീവിതത്തെ ാണ് നാം ഓരോരുത്തരിലും ഭജനം ഭജനം തിരുവചനം ഭജനം ഭജനം തിരുവചനം ഭജനം ഭജനം തിരുവചനം ഭജനം ഭജനം തിരുവചനം മർത്യനു വേണ്ടി മഹിയിൽ മാംസം ധരിച്ചൊരു വചനം മാനവത്തിൽ വിത്തായി മാറി ഭൂരമേനി വിളയും വചനം തുറക്കാം കാതോർക്കാം നല്ല നിലമായി മനസ്സൊരുക്കാം തുറക്കാം കാതോർക്കാം നല്ല നിലമായി മനസ്സൊരുക്കാം ദൈവത്തിൻ തിരുസുതനാം ഭജനം ഭൂരമേനി വിളയട്ടെ മണ്ണിൽ ദൈവരാജ്യം പുലരട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യമായ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് പരമ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ ആരാധിക്കുന്ന ഏറ്റവും സുന്ദരമായ നിമിഷങ്ങളിലൂടെ നാം കടന്നു പോവുകയാണ്. സ്വർഗത്തിൻ്റെ നിറവും സ്വർഗത്തിൻ്റെ കരുണയും അനുഭവിച്ചറിയുന്ന നിമിഷങ്ങളാണ്. പരിധിയില്ലാത്ത ദൈവസ്നേഹത്തിൻ്റെ പരിധി കൽപ്പിക്കുന്ന ഒരു അപ്പത്തിൻ്റെ രൂപത്തിൽ കർത്താവ്, ഈ ലോകത്തിൻ്റെ സൃഷ്ടാവായ കർത്താവ് എഴുന്നള്ളി വന്നിരിക്കുന്ന ഏറ്റവും മഹോന്നതമായിട്ടുള്ള വിശുദ്ധ കുർബാനയുടെ മുൻപിൽ നമ്മൾ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവത്തിൻ്റെ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നമ്മുടെ മേലിലേക്ക് ചൊരിയുവാനായിട്ട് തമ്പുരാനോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ആരാധന ഈ നിമിഷങ്ങളിൽ നടത്തുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയങ്ങൾ പലപ്പോഴും പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ദുഃഖപൂരിതമാണ്. ഏറെ ഭാരങ്ങളും വേദനകളും മുറിപ്പാടുകളും ഏറ്റ ഹൃദയത്തോടു കൂടെയാണ് നാം ഇപ്പോൾ വിശുദ്ധ കുർബാനയുടെ മുമ്പിലായിരിക്കുന്നത്. ഒരു ദുരന്തമെന്നതുപോലെ നമ്മുടെ മേൽ നിപതിച്ച വിലങ്ങാട്, വയനാട് ഭാഗത്തുള്ള വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും എത്രയോ ഗ്രാമങ്ങളെ നാമാവശേഷമാക്കി അതിൻ്റെ ഭാരം നമ്മുടെ ഹൃദയത്തിലുണ്ട്. 500-600-ലധികം ആൾക്കാരുടെ ജീവൻ പൊലിഞ്ഞ ആ ദാരുണ സംഭവം നമ്മുടെ ഹൃദയത്തിൽ വേദനയായിട്ട് നിറയുന്നുണ്ട്. വിലങ്ങാട് പ്രദേശത്ത് എത്രയോ ഭവനങ്ങൾ മഴയിൽ അല്ലെങ്കിൽ വെള്ളപ്പൊക്കത്തിൽ ഇല്ലാതായി തീർന്നു. ഈ ഒരു വലിയ വേദന നമ്മുടെ ഹൃദയത്തിൽ ഇപ്പോൾ അത് നിറഞ്ഞു നിൽക്കുമ്പോഴാണ് നമ്മൾ ഈ ആരാധനയുടെ നിമിഷങ്ങളിലൂടെ കടന്നു പോകുന്നത്. ഒപ്പം തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ യുദ്ധങ്ങളുടെ കെടുതികൾ ഇപ്പോഴും അലയടിക്കുന്നുണ്ട്. ഇസ്രായേൽ പലസ്തീൻ പ്രശ്നങ്ങളും റഷ്യ യുക്രൈൻ യുദ്ധങ്ങളുമൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. നമ്മുടെ ഹൃദയത്തിൽ നമ്മളൊരു വേദനയായിട്ട്, ഭാരമായിട്ട് നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട്. ഇതെല്ലാം ഈശോയുടെ വിശുദ്ധ കുർബാനയുടെ മുൻപിൽ നമ്മൾ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. മുറിപ്പെട്ട ഹൃദയത്തിന് മാത്രമേ മുറിവേറ്റവരെ സുഖപ്പെടുത്താനാവൂ എന്ന് ഈ വിശുദ്ധ കുർബാനയുടെ മുമ്പിലിരുന്ന് നാം ധ്യാനിക്കുകയാണ്. ഇതാ നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന എൻ്റെ ശരീരം, നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എൻ്റെ രക്തമെന്ന് അരുൾ ചെയ്തുകൊണ്ട് നമ്മുടെ മുമ്പിലായിരിക്കുന്ന ദിവ്യനാഥൻ
നമ്മുടെ ലോകത്തിൻ്റെ മുഴുവൻ മുറിപ്പാടുകളെയും സുഖപ്പെടുത്തട്ടെ എന്ന് നമ്മളും കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. വിഭജിതമായ ഹൃദയങ്ങളെ ഒന്നിപ്പിക്കണമേ എന്നും സഹനത്തിൻ്റെ തീച്ചൂളിലൂടെ കടന്നു പോകുന്നവർക്ക് ആശ്വാസം നൽകണമേ എന്നും മുറിപ്പെട്ട ഹൃദയങ്ങൾക്ക് സൗഖ്യവും രോഗപ്രാപ്തിയും നൽകണമേ എന്നുമൊക്കെ നമ്മൾ ഒന്നുചേർന്ന് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കപ്പെട്ട ഈ ലോകത്തിൻ്റെ ആ മുറിപ്പാടുകളിലേക്ക് ദൈവമേ സൗഖ്യത്തിൻ്റെ വലിയ കരസ്പർശനം നൽകണമേ എന്ന് ഈ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൻ്റെ ദൈവം നൽകിയ ഏറ്റവും വലിയ സമ്മാനം ദിവ്യകാരുണ്യമാണ്, വിശുദ്ധ കുർബാനയാണ്. ദൈവമാകുന്ന കലാകാരൻ തൻ്റെ തിരുരക്തം കൊണ്ട് ഈ ലോകമാകുന്ന ക്യാൻവാസിൽ വരച്ച ചിത്രമായിട്ട് വിശുദ്ധ കുർബാനയെ താരതമ്യപ്പെടുത്താറുണ്ട്. ഏറ്റവും വിശ്വപ്രസിദ്ധനായിട്ടുള്ള ഹെൻറിയുടെ വളരെ മനോഹരമായ ഒരു കൊച്ചു ചെറുകഥ നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. ദ ലാസ്റ്റ് ലീഫ് എന്ന് പറയുന്ന കൊച്ചു കഥ. ജോൺസി എന്ന് പറയുന്ന ഒരു കൊച്ചു പെൺകുട്ടി ശൈത്യത്തിൻ്റെ അതിക്രൂരമായിട്ടുള്ള ന്യൂമോണിയ പിടിപെട്ട കാലഘട്ടങ്ങളിൽ ആശുപത്രിയിലാകുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ചിത്രം ഞാൻ വരയ്ക്കാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് പറയുന്ന ബ്രഹ്മാൻ എന്ന് പറയുന്ന ഒരു ചിത്രകാരനെയും ഈ ചെറുകഥയിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടു പേരും ആശുപത്രിയിൽ തങ്ങളുടെ മരണം കാത്ത് കിടക്കുമ്പോൾ, കാരണം ന്യൂമോണിയ ബാധിച്ച് ആയിരക്കണക്കിന് മരിച്ച് വീഴുന്ന സമയത്താണ് ഇവർക്കും ന്യൂമോണിയ പിടിപെടുന്നത്. ഈ ജോൺസി എന്ന പെൺകുട്ടിക്കും ഒപ്പം തന്നെ ബ്രഹ്മാൻ എന്ന് പറയുന്ന ചിത്രകാരനും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ അന്ത്യാഭിലാഷം ഒരിക്കലും പൂർത്തിയാക്കാനായിട്ട് പറ്റുന്നില്ല. കാരണം ഏറ്റവും മാസ്റ്റർ പീസ് ആയിട്ടുള്ള ഒന്ന് ഞാൻ വരച്ചു തീർക്കുമെന്ന് പ്രതിജ്ഞയെടുക്കുന്ന വ്യക്തി ഇതാ രോഗശൈലിയിൽ മരണത്തെ കാത്തു കിടക്കുകയാണ്. അപ്പോൾ തങ്ങളുടെ ജനലിൻ്റെ അപ്പുറത്ത് മഴയത്തും മഞ്ഞത്തും വീണു പോകുന്ന ഒരു കൊച്ചു മരത്തിൻ്റെ ചില്ലകളെ നോക്കിയിട്ട് ഈ ജോൺസി എന്ന പെൺകുട്ടി പറഞ്ഞു, ഹൃദയത്തിൽ പറഞ്ഞു, ഞാനും ഈ കൊച്ചു ഇലകൾ പഴുത്ത് ഈ മഞ്ഞിൽ ഞെട്ടറ്റ് നിലത്തേക്ക് പതിക്കുന്നത് പോലെ ഞാനും പതുക്കെ പതുക്കെ എൻ്റെ ജീവിതവും തീർന്നുകൊണ്ടിരിക്കും. ഈ ഇലകൾ തീരുന്നതോടുകൂടെ എൻ്റെ ജീവിതവും ഇവിടെ അവസാനിക്കുമെന്ന് ഇത് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടി ഓരോ ദിവസവും കിടക്കും. രാവിലെ പതുക്കെ കണ്ണു തുറന്ന് നോക്കുമ്പോൾ അവസാനത്തെ ഇലകൾ മാത്രം, കുറച്ചിലകൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ അവളുടെ രോഗം കൂടിക്കൂടി വന്നു. അവസാനത്തെ ഇല മാത്രം അവശേഷിക്കുന്ന രാത്രിയിൽ അവൾ മനസ്സിൽ വിചാരിച്ചു, ഇത് എൻ്റെയും അവസാനത്തെ രാത്രിയാണ്. അവൾ മരിക്കുമെന്ന് ഉറപ്പായിട്ട് അവൾ പതുക്കെ കണ്ണ് അടച്ച് തൻ്റെ മരണത്തെ കാത്തു കിടന്നപ്പോൾ പിറ്റേന്ന് കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ഈ ഇല വീണ്ടും പച്ച തളിർത്ത് അവിടെ നിൽക്കുകയാണ്. അത് അവളിൽ പതുക്കെ ഒരു പ്രത്യാശയായിട്ട് പതുക്കെ വളരുകയാണ്. അവൾ പിന്നീട് പതുക്കെ മനസ്സിലാക്കുന്നു, ഈ തൻ്റെ അടുത്ത് കിടന്ന ചിത്രകാരൻ മരിച്ചുപോയി. അത് മരിച്ചതിൻ്റെ കാരണം ഇത്ര പ്രകാരമായിരുന്നു. അവസാനത്തെ ഇല ഞെട്ടറ്റ് വീഴുന്ന സമയത്ത് മഞ്ഞിനെയും തണുപ്പിനെയും വകവയ്ക്കാതെ ഈ ബ്രഹ്മാൻ എന്ന് പറയുന്ന ചിത്രകാരൻ തൻ്റെ അവസാനത്തെ മാസ്റ്റർ പീസ് വരയ്ക്കുവാൻ മഞ്ഞത്ത് നിന്ന് ആ ഭിത്തിയിൽ ഇലയുടെ സ്ഥാനത്ത് അദ്ദേഹം ഒരു ചെറിയ ഇലയുടെ ചിത്രം വരച്ചു ചേർത്തു. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഈ പെൺകുട്ടിക്ക് ജീവിക്കുവാനുള്ള പ്രത്യാശ വന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൻ്റെ ജീവന് വേണ്ടി മരിച്ചു പോകുന്ന, ഞെട്ടറ്റ് പോകുന്ന ഈ ലോകത്തിൻ്റെ ജീവന് വേണ്ടി തൻ്റെ ഹൃദയ രക്തം കൊണ്ട്, തൻ്റെ ജീവൻ കൊണ്ട് നമുക്ക് ജീവൻ പകരുവാൻ വേണ്ടി തന്നെ സമർപ്പിച്ച ആ ഒരു വലിയ നാഥൻ്റെ സ്നേഹദാനത്തെക്കുറിച്ച്, അത്യുദാരമായിട്ടുള്ള സ്നേഹദാനത്തെക്കുറിച്ച് നമ്മൾ വീണ്ടും ചിന്തിക്കുന്നതാണ് ഈ വിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദുഃഖങ്ങൾ, മരിച്ചു പോകുന്ന അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ എഴുന്നേൽക്കുവാൻ ത്രാണിയില്ലാതെ വീണു പോകുന്ന നമ്മുടെ ജീവിതങ്ങൾക്ക് കർത്താവേ ശക്തി തരണമെന്നതിൻ്റെ വിശുദ്ധ കുർബാനയാകുന്ന ആ വലിയ ദിവ്യ ഔഷധം കൊണ്ട് നമ്മളെ സുഖപ്പെടുത്തണമേ എന്ന് നമ്മൾ ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 1 രാജാക്കന്മാരുടെ പുസ്തകത്തിൽ 19-ാമത്തെ അധ്യായം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. എലിയാ പ്രവാചകൻ തൻ്റെ ജീവനെ, പ്രാണനെ പേടിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രാണൻ കയ്യിൽ മുറുകെ പിടിച്ചുകൊണ്ട് ജസബൽ രാജ്ഞിയുടെയും ആഹാസ് രാജാവിൻ്റെയും ക്രോധത്തിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് ഓടുകയാണ്. കാരണം നമുക്കറിയാം, പ്രവാചക പുസ്തകത്തിൽ, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ബാലിൻ്റെ പ്രവാചകന്മാരെ മലയിൽ വെച്ച് കൊന്നുകളഞ്ഞതിൻ്റെ പ്രതികാരമായിട്ട് ജസബൽ രാജ്ഞി പ്രതിജ്ഞയെടുത്തു, ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് ഈ പ്രവാചകൻ്റെ ശിരസ് ഞാൻ ഛേദിക്കുമെന്ന്. ഇത് കേട്ട് ഭയചകിതനായി ഈ പ്രവാചകൻ ഓടുകയാണ്. ഓടി തളർന്ന് തൻ്റെ കൂടെയുള്ള ശിഷ്യന്മാരെല്ലാവരും ഉപേക്ഷിച്ചു. ഓടിത്തളർന്ന മരുഭൂമിയിലൂടെ ഓടി ഒരു മുൾച്ചെടിയുടെ ചുവട്ടിൽ ദാഹാർത്ഥനായി, വിവശനായി,
വിശന്ന് മരിക്കാറായിട്ട് ഈ പ്രവാചകൻ വീണ് കിടന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ, ഇനി എനിക്ക് ഒരടി മുന്നോട്ട് പോകുവാൻ ശക്തിയില്ല, എൻ്റെ ജീവിതം ഇവിടെ തീരാനായിട്ട് പോവുകയാണ്, എനിക്കിനി മുന്നോട്ട് നീങ്ങുവാനായിട്ട് പറ്റുന്നില്ല, എൻ്റെ ജീവനെ ദൈവമേ നീ എടുക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ മുൾച്ചെടിയുടെ കീഴിൽ ഈ പ്രവാചകൻ തളർന്നു വീഴുകയാണ്. എപ്പോഴോ ദൈവത്തിൻ്റെ ദൂതൻ ഈ പ്രവാചകനെ തട്ടി ഉണർത്തി വിളിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. എന്നിട്ട് പ്രവാചകനോട് പറയുകയാണ്, നീ ഇങ്ങനെ കിടക്കാതെ എഴുന്നേൽക്കുക, എഴുന്നേറ്റ് ഭക്ഷിക്കുക, അല്ലെങ്കിൽ നിന്റെ യാത്ര ദുഷ്കരമാകും. പ്രവാചകന് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഈ മുൾച്ചെടിയുടെ ചുവട്ടിൽ ഒരു പാത്രത്തിൽ വെള്ളവും ഒരു പാത്രത്തിൽ അപ്പവും ഇരിക്കുന്നത് കണ്ടു. അത് കഴിച്ച് അവൻ ശക്തി പ്രാപിച്ചുകൊണ്ട് 40 ദിനരാത്രങ്ങൾ അവൻ ഹോറബ് മലയിലേക്ക് യാത്രയാവുകയാണ്. അവിടെ ഹോറബ് മലയിൽ വെച്ച് അവൻ ദൈവത്തെ കണ്ടുമുട്ടുകയാണ്. ദൈവം അവനോട് ചോദിക്കുന്നുണ്ട്, പ്രവാചകൻ നീ എന്താണ് ചെയ്യുന്നത്? പ്രവാചകൻ പറയുന്നു, അങ്ങേ പ്രതിയുള്ള തീഷ്ണതയാൽ ദൈവമേ ഞാൻ എരിയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ പഴയ നിയമം ഈ ഭാഗം വ്യാഖ്യാനിക്കുന്ന വ്യാഖ്യാതാക്കൾ പറയുന്നത്, ഈ ലോകത്തെ തളർന്നു പോകുന്ന ജീവിതം അവസാനിക്കാറാകുമെന്ന് തോന്നുന്ന ജീവിതങ്ങളിൽ വിശുദ്ധ കുർബാനയായി ജീവൻ്റെ അപ്പമായി ദൈവം കടന്നു വരികയാണ്. ആ ദൈവം നമ്മളോട് പറയുകയാണ്, നീ ഇങ്ങനെ കിടക്കാതെ എഴുന്നേൽക്കുക, എഴുന്നേറ്റ് ഭക്ഷിക്കുക, അല്ലെങ്കിൽ നിന്റെ യാത്ര ദുഷ്കരമാകും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ കുർബാന എന്ന് പറയുന്നത് പാഥേയമാണ്, പൊതിച്ചോറാണ്. ഈ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളിൽ, സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ യാത്രകളിൽ തളർന്നു പോകുമ്പോൾ, തളർന്ന് അവശരായി വിവശരായി ദാഹാർത്തരായി മുറിവേറ്റ ഹൃദയത്തോടുകൂടെ മരിച്ചാൽ മതി എന്ന് ജീവിതത്തിൻ്റെ ചിന്തകളോടെ മുന്നോട്ട് പോകുന്നവരുടെ മുൻപിലാണ് മുറിക്കപ്പെട്ട അപ്പമായി വിശുദ്ധ കുർബാന കടന്നു വരുന്നത്. അവിടുന്ന് പറയുകയാണ്, മക്കളെ, ഇതാ എൻ്റെ ശരീരം, ഇതാ എൻ്റെ രക്തം, എഴുന്നേറ്റ് ഭക്ഷിക്കുക, എഴുന്നേറ്റ് ഈ രക്തം പാനം ചെയ്യുക, അങ്ങനെ ശക്തി പ്രാപിക്കുക, ദൈവസ്നേഹത്താൽ നീ തീഷ്ണതയുള്ളവനായി തീരുക എന്ന് ദൈവം നമ്മളോട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഇതൊരു വലിയ സത്യമാണ്. ദൈവത്തിൻ്റെ വലിയ കൃപയുടെ സ്വർഗത്തിലേക്കുള്ള വഴിയാത്രയിൽ നമുക്ക് പാഥേയമായിട്ട് തീരുന്ന ഈ ഒരു വലിയ വിശുദ്ധ കുർബാന സ്വീകരിച്ചുകൊണ്ടാണ് നമ്മൾ ശക്തി പ്രാപിക്കുന്നത്. ഈ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട്, ദൈവമേ, അങ്ങയുടെ സൗഖ്യദായകമായിട്ടുള്ള കരം നീട്ടി ഞങ്ങളെ സുഖപ്പെടുത്തണമേ, ഞങ്ങളുടെ മുറിവുകളെ അവിടുന്ന് സൗഖ്യം നൽകണമേ, ഞങ്ങളുടെ തളർന്ന ഹൃദയങ്ങളെ ശക്തിപ്പെടുത്തണമേ, ശരീരത്തിന് ആരോഗ്യമില്ലാതെ തളർന്നു വീഴുന്ന രോഗാവസ്ഥയിലായിട്ടുള്ള ഞങ്ങളുടെ ശരീരങ്ങളെ സുഖപ്പെടുത്തണമേ എന്ന് നമുക്ക് ഏറ്റവും ആത്മാർത്ഥമായിട്ട് തമ്പുരാനോട് പ്രാർത്ഥിക്കാം. കാരണം ആഗ്രഹിക്കുന്നവൻ്റെ ആഗ്രഹത്തിനൊത്ത് രൂപാന്തരം പ്രാപിക്കുന്നതാണ് വിശുദ്ധ കുർബാന എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്. കാരണം ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ 16-ാമത്തെ അധ്യായം 20 മുതൽ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16:20 അങ്ങയുടെ ജനത്തിന് ദൈവദൂതന്മാരുടെ അപ്പം അങ്ങ് നൽകി, അവരുടെ അധ്വാനം കൂടാതെ തന്നെ ഓരോരുത്തർക്കും ആസ്വാദ്യമായ വിധം പാകപ്പെടുത്തിയ ഭക്ഷണം സ്വർഗത്തിൽ നിന്ന് അങ്ങ് അവർക്ക് നൽകി. അങ്ങ് നൽകിയ വിഭവങ്ങൾ അങ്ങയുടെ മക്കളുടെ നേരെ അങ്ങേക്കുള്ള വാത്സല്യം പ്രകടമാക്കി. അടുത്ത വചനം നമ്മളൊന്ന് ശ്രദ്ധയോടെ കേൾക്കണം. ഭക്ഷിക്കുന്നവൻ്റെ രുചിക്കൊത്ത് അത് രൂപാന്തരപ്പെട്ടു. ഭക്ഷിക്കുന്നവൻ്റെ രുചിക്കൊത്ത് അത് രൂപാന്തരപ്പെട്ടു. വീണ്ടും 25-26 വാക്യങ്ങളിൽ നമ്മൾ ഇപ്രകാരം വീണ്ടും കാണുകയാണ്. കർത്താവേ, അങ്ങയെ ആശ്രയിക്കുന്നവരെ പോറ്റുന്നത് വിവിധ ധാന്യവിളകളല്ല. വീണ്ടും പറയുകയാണ്, ധാന്യവിളകളല്ല, അങ്ങയുടെ വചനമാണെന്ന് അങ്ങയുടെ വത്സല മക്കൾ ഗ്രഹിക്കുവാൻ വേണ്ടി സൃഷ്ടികൾ ആവശ്യക്കാരുടെ ആഗ്രഹത്തിനൊത്ത് രൂപാന്തരം പ്രാപിച്ച് എല്ലാറ്റിനെയും പോറ്റുന്ന അങ്ങയുടെ ഔദാര്യത്തെ വെളിപ്പെടുത്തി. ആഗ്രഹിക്കുന്നവൻ്റെ ആഗ്രഹമനുസരിച്ച് രൂപാന്തരപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ കാരുണ്യത്തെക്കുറിച്ച്, ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് ആണ് ഇവിടെ ഗ്രന്ഥകാരൻ സൂചിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അത് വിശുദ്ധ കുർബാനയുടെ വലിയ ഒരു ചിത്രമാണ്. ആഗ്രഹിക്കുന്നതിൻ്റെ ആഗ്രഹമൊത്ത് രൂപാന്തരപ്പെടുന്ന ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ സ്നേഹമായിട്ട് വിശുദ്ധ കുർബാന വരികയാണ്. നമുക്കറിയാം, അപ്പം മുറിച്ച് കൊടുത്തപ്പോൾ, സ്ലീഹന്മാർക്ക് കൊടുത്തപ്പോൾ യൂദാസിൽ അത് സാത്താനായിട്ട് രൂപാന്തരപ്പെട്ടു എന്നാണ് വായിക്കുന്നത്. എന്നാൽ ശിഷ്യന്മാരിലാകട്ടെ ദൈവത്തിൻ്റെ സ്നേഹമായിട്ട് അനുഭവപ്പെട്ടു. ആഗ്രഹിക്കുന്നവൻ്റെ ആഗ്രഹമനുസരിച്ച് രൂപാന്തരപ്പെടുന്ന ദൈവത്തിൻ്റെ സ്നേഹം. ഈ അപ്പം എപ്പോഴും കാരുണ്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഒരു വലിയ അടയാളമാണ്.
തൻ്റെ മക്കൾക്ക് വിളമ്പി കൊടുക്കുന്ന അമ്മയുടെ സ്നേഹം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പ്രകടമാകുന്നത് ഭക്ഷണത്തിലാണ്. അമ്മയുടെ സ്നേഹം എപ്പോഴും പ്രകടമാകുന്നത്. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ പരിപൂർണത എന്ന് പറയുന്നത് അപ്പമായിട്ട്, വിശുദ്ധ കുർബാനയായിട്ട്, തളർന്നു കിടക്കുന്നവരെ എഴുന്നേൽപ്പിക്കുന്ന, ജീവനറ്റ കിടക്കുന്നവർക്ക് ജീവൻ നൽകുന്ന, നിത്യജീവിതത്തിൻ്റെ അച്ചാരമായിട്ട് വിശുദ്ധ കുർബാന മാറുമ്പോൾ ഈ കുർബാനയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് നമ്മൾ വീണ്ടും ആഴത്തിൽ ധ്യാനിക്കുകയാണ്. ദൈവമേ, ഞങ്ങളുടെ ആഗ്രഹം ഇതാണ്, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വലിയ ആഗ്രഹം, നിത്യതയിലേക്കുള്ള ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കുന്ന ഒരു വലിയ ആഗ്രഹം, സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള ഈ ജീവിതയാത്രയിൽ ഞങ്ങൾ തളർന്നു പോകുമ്പോൾ, വീണു പോകുമ്പോൾ ഞങ്ങൾക്ക് ശക്തി നൽകുന്ന വിശുദ്ധ കുർബാന. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചുറ്റുപാടുമൊക്കെ ഇപ്രകാരം ദുരന്തങ്ങൾ, വേദനകൾ, അതേപോലെ സഹനത്തിൻ്റെ നെരിപ്പോടുകളിലൂടെ നടന്നു പോകുന്ന അനുഭവങ്ങൾ, ഏകാന്തതകൾ, നമ്മളെ തള്ളിപ്പറയുന്ന അവസരങ്ങൾ, അല്ലെങ്കിൽ ജീവിതത്തിൽ ഒറ്റപ്പെടുന്ന ഏകാന്ത നിമിഷങ്ങൾ, ഇതൊക്കെ ഞങ്ങളെ വലയം ചെയ്യുമ്പോൾ വന്ന് എഴുന്നേൽക്കുക, എന്നെ ഭക്ഷിക്കുക, ശക്തരാവുക, അങ്ങനെ ദൈവസ്നേഹത്തെ പ്രതിയുള്ള തീക്ഷ്ണതയാൽ മുന്നോട്ട് പോവുക എന്ന് അങ്ങയുടെ വിശുദ്ധ കുർബാന ഞങ്ങളോട് പറയുന്നുണ്ടല്ലോ. ദൈവമേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ വിശുദ്ധ കുർബാനയോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നിറവിൻ്റെ, കൃപയുടെ, കാരുണ്യത്തിൻ്റെ നിമിഷമാണ് ഈ വിശുദ്ധ കുർബാനയുടെ ആരാധനയുടെ നിമിഷമെന്ന് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. നമ്മളത് അനുഭവിച്ചറിയുന്ന നിമിഷം കൂടെയാണിത്. പ്രിയപ്പെട്ടവരെ, ലോകത്തിൻ്റെ ഓരോ കോണുകളിൽ, ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും, എല്ലാ നിമിഷങ്ങളിലും ഓരോ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നുണ്ട് എന്ന് നമുക്കറിയാം. എത്രയോ ആയിരങ്ങൾ ഈ ഒരു നിമിഷം തന്നെ വിശുദ്ധ കുർബാനയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ആരാധിക്കുന്നുണ്ട്, ഈ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ 4 കോണുകളിൽ ഇരുന്നു കൊണ്ട് ഈ പ്രപഞ്ചത്തിന് വേണ്ടി, ഇവിടെയുള്ള എല്ലാ ജനപദങ്ങൾക്കും വേണ്ടി, സർവ്വ സൃഷ്ടിജാലങ്ങളും ഒന്നു ചേർന്നുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സുന്ദരമായ നിമിഷങ്ങളാണിത്. അതുകൊണ്ട് ഇതൊരു കൃപയുടെ, സ്വർഗത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങളാണെന്ന് ദൈവമേ ഞങ്ങൾ മനസ്സിലാക്കുകയാണ്. എടുത്ത് വാഴ്ത്തി മുറിച്ച് ശിഷ്യന്മാർക്ക് അങ്ങ് തന്നെ നൽകിയതുപോലെ ഞങ്ങളുടെ ജീവിതങ്ങളെയും എടുത്ത് സമർപ്പിക്കുവാൻ, നിനക്ക് പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാൻ, എടുത്ത് തരുവാനായിട്ട് ഞങ്ങൾക്കുള്ളത് ഞങ്ങളുടെ വേദനകളാണ്, ഞങ്ങളുടെ ഭാരങ്ങളാണ്, ഞങ്ങളുടെ ദുഃഖങ്ങളാണ്, ഞങ്ങളുടെ ഏകാന്തതകളാണ്, ഞങ്ങളുടെ മുറിവേൽക്കുന്ന ഹൃദയങ്ങളാണ്, ഞങ്ങളുടെ പാപ അവസ്ഥകളാണ്, ഞങ്ങളുടെ മലിനമായ മനസ്സിൻ്റെ വിചാരങ്ങളാണ്. കർത്താവ്, ഇതൊക്കെ മാത്രമേ ഞങ്ങൾക്ക് സമർപ്പിക്കുവാനുള്ളൂ. അതിനെ അങ്ങ് വാഴ്ത്തണമേ, അങ്ങ് വിശുദ്ധീകരിക്കണമേ. അങ്ങ് വാഴ്ത്തിയെങ്കിൽ മാത്രമേ അത് വിശുദ്ധീകരിക്കപ്പെടുകയുള്ളല്ലോ. അത് വിശുദ്ധീകരിക്കപ്പെട്ടെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെപ്പോലും മറ്റുള്ളവർക്ക് മുറിച്ചു കൊടുക്കുവാനായിട്ട് പറ്റുകയുള്ളല്ലോ. കർത്താവെ, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവനെന്ന് പറഞ്ഞ അങ്ങയുടെ വചനത്തെ അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങളുടെ ജീവിതങ്ങളെ ഞങ്ങൾ എടുത്ത് സമർപ്പിക്കുന്നു. നിങ്ങൾ എന്തിനാണ് ഈ ഭാരങ്ങളൊക്കെ ചുമക്കുന്നത് എന്ന് അവിടുന്ന് പറയുന്നുണ്ടല്ലോ. തിബേരിയോസ് കടൽത്തീരത്തിരുന്നു കൊണ്ട് ശിഷ്യന്മാർ രാത്രിയിൽ മുഴുവൻ അധ്വാനിച്ചിട്ടൊന്നും കിട്ടാതെ വരുമ്പോൾ വലതുവശത്തേക്ക് മാറ്റി മീൻ പിടിക്കുക, വലയിറക്കുക എന്ന് പറഞ്ഞ അങ്ങയുടെ വചനത്തെ അനുസരിക്കുമ്പോൾ അവരുടെ വല കീറുവോളം അവർക്ക് മീൻ ലഭിച്ചു എന്ന് ഞങ്ങൾ വായിക്കുന്നുണ്ട്. അപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, എന്തിനാണ് ഈ ഭാരം വലിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്താണുള്ളത്, നിങ്ങൾ എന്താണ് സ്വയമായി പിടിച്ചത്, അത് എൻ്റെ അടുത്ത് കൊണ്ടുവരിക. അവിടെയാണ് ഭാരം വഹിച്ച വലകളുമായിട്ട് പത്രോസ് കർത്താവിൻ്റെ പക്കലേക്ക് കടന്നു വരുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് കർത്താവിന് കൊടുക്കുവാനായിട്ടുള്ളത് നമ്മുടെ ഭാരം നിറഞ്ഞ നമ്മുടെ ജീവിതങ്ങളാണ്. അവനെപ്പോഴും ജീവിതത്തിൻ്റെ തീരങ്ങളിൽ, സഹനത്തിൻ്റെ തീരങ്ങളിൽ, സഹനത്തിൻ്റെ വേദനകളുടെ നെരിപ്പോടുകളിലൂടെ കടന്നു പോകുന്ന മനുഷ്യജീവിതത്തിൻ്റെ അരികുകളിൽ സ്നേഹത്തിൻ്റെ അപ്പവും വിളമ്പി, പ്രാതലും വിളമ്പി കാത്തിരിപ്പുണ്ട്. കർത്താവ് പറയുന്നു, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരിക, വന്നു ഭക്ഷിക്കുക എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ കർത്താവിൻ്റെ ദിവ്യമായ കാരുണ്യം മുറിവേറ്റ ഹൃദയങ്ങളെ സൗഖ്യപ്പെടുത്തുന്ന ആ ഒരു വലിയ കൃപയാണെന്നുള്ള തിരിച്ചറിവ് കർത്താവെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് തമ്പുരാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ ദൈവ കൃപ നമ്മളിൽ ചൊരിയുവാനുള്ള അനുഗ്രഹം യാചിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ആരാധന തുടരാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഇതാ ദൈവത്തിൻ്റെ കൂടാരം മനുഷ്യരോട് കൂടെ, അവിടുന്ന് അവരോടൊത്ത് വസിക്കും, അവർ അവിടുത്തെ ജനമായിരിക്കും. വെളിപാടിൻ്റെ പുസ്തകം 21-ാം അധ്യായം 3-ാം തിരുവചനം. വെളിപാട് ഗ്രന്ഥത്തിൽ വിവരിക്കുന്ന ഈ വചനമാണ് ഈ അനുഗ്രഹീത മണിക്കൂറിലൂടെ നാം ഓരോരുത്തരും ഏറ്റുവാങ്ങിക്കൊണ്ടിരുന്നത്.
മനുഷ്യ മക്കളോടുകൂടി ലോകാവസാനം വരെ ആയിരിക്കുവാൻ ഈശോ ചെയ്ത വലിയ അത്ഭുതമല്ലേ വിശുദ്ധ കുർബാന എന്ന മഹാരഹസ്യം. ലോകത്തിന് ജീവൻ നൽകാൻ വേണ്ടി സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന യഥാർത്ഥ അപ്പമായ വിശുദ്ധ കുർബാന എന്ന മഹാരഹസ്യത്തിൻ്റെ അർത്ഥവും ആഴവും ശക്തിയും മനസ്സിലാക്കി അത് ജീവിക്കുവാൻ മനുഷ്യ മക്കൾക്ക് സാധിക്കുമ്പോൾ മാത്രമാണ് ഈ മഹാരഹസ്യം മനുഷ്യ ജീവിതങ്ങളിൽ മാംസം ധരിക്കുക. ഈ നിമിഷം ബഹുമാനപ്പെട്ട ഡോക്ടർ ജോസഫ് കാക്കരമറ്റത്തിൽ അച്ഛനിലൂടെ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ശ്രവിച്ച വചനത്തിൻ്റെ അഭിഷേകം നാം ഓരോരുത്തരിലും കൃപയായി നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിച്ച നിമിഷങ്ങളായിരുന്നു ഇത്. ഈ നിമിഷങ്ങൾ നമുക്കോരോരുത്തർക്കുമായി നൽകി അനുഗ്രഹിച്ച നല്ല ദൈവത്തിന് നന്ദി പറയാം. ഈ ഓഗസ്റ്റ് മാസത്തിൽ ദൈവമാതൃഭക്തിയിൽ വളരാനും സ്വർഗീയ അമ്മയുടെ ദർശനങ്ങൾ കൈമുതലാക്കുവാനും നാം പരിശ്രമിച്ചതിലൂടെ ഓരോ നിമിഷവും പരിശുദ്ധ അമ്മ നമ്മെ സംരക്ഷിക്കുന്നു എന്ന അനുഭവം സ്വായത്തമാക്കിയവരാണ് നാം ഓരോരുത്തരും. ഈ അമ്മയുടെ മഹിനീയ നാമത്തെ സ്മരിച്ചുകൊണ്ട് ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ പുത്രനായ ഈശോയോട് ചേർന്ന് പരിശുദ്ധ അമ്മയെ നമുക്ക് പ്രകീർത്തിക്കാം. നന്മ നിറഞ്ഞവളേ, മേരി നിൻ നാമം വാഴ്ത്തിപ്പാടുന്നു. പരിശുദ്ധ കന്യാമാതാവേ, പാപികൾ ഞങ്ങൾക്കായി നിത്യം നിന്തിരുസുതനോടെന്നെന്നും പ്രാർത്ഥിക്കണമേ തായേ നീ എന്നെന്നും മൃത്യുവിൻ നേരത്തും. നന്മ നിറഞ്ഞവളേ, മേരി നിൻ നാമം വാഴ്ത്തിപ്പാടുന്നു. പരിശുദ്ധ കന്യാമാതാവേ, പാപികൾ ഞങ്ങൾക്കായി നിത്യം നിന്തിരുസുതനോടെന്നെന്നും പ്രാർത്ഥിക്കണമേ തായേ നീ എന്നെന്നും മൃത്യുവിൻ നേരത്തും. നന്മ നിറഞ്ഞവളേ, മേരി നിൻ നാമം വാഴ്ത്തിപ്പാടുന്നു. പരിശുദ്ധ കന്യാമാതാവേ, പാപികൾ ഞങ്ങൾക്കായി നിത്യം നിന്തിരുസുതനോടെന്നെന്നും പ്രാർത്ഥിക്കണമേ തായേ നീ എന്നെന്നും മൃത്യുവിൻ നേരത്തും. നന്മ നിറഞ്ഞവളേ, മേരി നിൻ നാമം വാഴ്ത്തിപ്പാടുന്നു. പരിശുദ്ധ കന്യാമാതാവേ, പാപികൾ ഞങ്ങൾക്കായി നിത്യം നിന്തിരുസുതനോടെന്നെന്നും പ്രാർത്ഥിക്കണമേ തായേ എന്നെന്നും മൃത്യുവിൻ നേരത്തും. നന്മ നിറഞ്ഞവളേ, മേരി നിൻ നാമം വാഴ്ത്തിപ്പാടുന്നു.
വാഴ്ത്തിപ്പാടുന്നു. പരിശുദ്ധ കന്യാമാതാവേ, പാപികൾ ഞങ്ങൾക്കായി നിത്യം നിന്തിരുസുതനോടുന്നെന്നും പ്രാർത്ഥിക്കണമേ താനേ എന്നെന്നും മൃത്യുവിൻ നേരത്തും. നന്മ നിറഞ്ഞവളേ, മേരി നിൻ നാമം വാഴ്ത്തിപ്പാടുന്നു. പരിശുദ്ധ കന്യാമാതാവേ, പാപികൾ ഞങ്ങൾക്കായി നിത്യം നിന്തിരുസുതനോടുന്നെന്നും പ്രാർത്ഥിക്കണമേ താനേ എന്നെന്നും മൃത്യുവിൻ നേരത്തും. നന്മ നിറഞ്ഞവളേ, മേരി നിൻ നാമം വാഴ്ത്തിപ്പാടുന്നു. പരിശുദ്ധ കന്യാമാതാവേ, പാപികൾ ഞങ്ങൾക്കായി നിത്യം നിന്തിരുസുതനോടുന്നെന്നും പ്രാർത്ഥിക്കണമേ താനേ എന്നെന്നും മൃത്യുവിൻ നേരത്തും. നന്മ നിറഞ്ഞവളേ, മേരി നിൻ നാമം വാഴ്ത്തിപ്പാടുന്നു. പരിശുദ്ധ കന്യാമാതാവേ, പാപികൾ ഞങ്ങൾക്കായി നിത്യം നിന്തിരുസുതനോടുന്നെന്നും പ്രാർത്ഥിക്കണമേ താനേ എന്നെന്നും മൃത്യുവിൻ നേരത്തും. നന്മ നിറഞ്ഞവളേ, മേരി നിൻ നാമം വാഴ്ത്തിപ്പാടുന്നു. പരിശുദ്ധ കന്യാമാതാവേ, പാപികൾ ഞങ്ങൾക്കായി നിത്യം നിന്തിരുസുതനോടുന്നെന്നും പ്രാർത്ഥിക്കണമേ താനേ എന്നെന്നും മൃത്യുവിൻ നേരത്തും. നിത്യപിതാവിനും സുതനും ദ്രോഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. അതിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഇനിയുള്ള നിമിഷങ്ങളിൽ നമുക്ക് കൂപ്പുകരങ്ങളോടെ ആയിരുന്ന നല്ല തമ്പുരാൻ ഈ മണിക്കൂറിൽ നമ്മിലേക്ക് ചൊരിഞ്ഞ നന്മകളെ ഓർത്ത്, അനുഗ്രഹങ്ങളെ ഓർത്ത് പരമപരിശുദ്ധനായ ദിവ്യകാരുണ്യേശോയെ ഒരിക്കൽ കൂടി നമുക്ക് ആരാധിച്ച് സ്തുതിക്കാം. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന ആരാധന ആരാധന. മഹത്വം 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 മഹത്വം. ദൈവമേ സ്തുതി. ഹല്ലേലൂയ 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 ആരാധന ആരാധന ആരാധന. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഹല്ലേലൂയ 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 ആരാധന 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.